അപ്പോൾ നമ്മളിപ്പോൾ +2 ഇക്കണോമിക്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ അങ്ങോട്ട് പോയി. എന്താ പറഞ്ഞ അവസാനം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്? ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഒരു ചോദനവും വിലയും തമ്മിലുള്ള ബന്ധമാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. See, elasticity of demand we mean changes in demand as a result of changes in the level of prices. അപ്പോൾ ചോദനവും വിലയും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് നമ്മൾ ഇലാസ്തികത എന്ന ആശയത്തിലൂടെ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. 5 പോയിന്റുകൾ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു കഴിഞ്ഞു. There are five degrees of elasticities of demand. Okay, already explained in detail. Just ഞാനിവിടെ പറയുന്നു എന്താണ്? നമ്പർ 1, ഇലാസ്റ്റിക് ഡിമാൻഡ്, that is elasticity is greater than 1. എന്താ അർത്ഥം? See, ഒരു വസ്തുവിന്റെ ചോദനത്തിലുള്ള ശതമാന മാറ്റം ആ വസ്തുവിന്റെ വിലയിലുള്ള ശതമാന മാറ്റത്തേക്കാൾ അധികമാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കണം? ഇലാസ്തിക ചോദനം. എന്താണ്? ഇലാസ്റ്റിക് ഡിമാൻഡ്. എന്താണിത്? ഇലാസ്റ്റിക് ഡിമാൻഡ്. എന്താണ്? ഇഫ് ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈസ്, or if the percentage change for a commodity or percentage change in demand is greater than the percentage change in price, it is called the elastic demand. Okay, here the value of elasticity is greater than 1. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തേക്കാൾ, വിലയിലുണ്ടാകുന്ന ശതമാന മാറ്റത്തേക്കാൾ കൂടുതൽ ചോദനത്തിൽ ശതമാന മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇലാസ്തിക ചോദനം എന്ന് പറയുന്നു. ഇന്നലെ പഠിച്ചു. രണ്ടാമത്തെ എന്താണ്? E is equal to 1. എന്താ ഇത്? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. എന്താണ് ഇവിടെ? E is equal to 1. വിലയിലുള്ള ശതമാന മാറ്റവും ചോദനത്തിലുള്ള ശതമാന മാറ്റവും തുല്യമാവുക. എന്താ അർത്ഥം? If the percentage change in demand is equal to the percentage change in price, it is called unitary elastic demand. Here the elasticity, the value of elasticity is equal to 1. That is unitary elastic demand. നമ്മൾ ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. ഒരു വസ്തുവിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വസ്തുവിന്റെ ചോദനത്തിൽ എത്ര അളവിൽ മാറ്റം ഉണ്ടാകുമെന്ന്. ഒന്നാമത് പറഞ്ഞു, വില 10% കുറഞ്ഞാൽ വാങ്ങുന്ന വസ്തുവിന്റെ അളവ് 10% കൂടുതൽ വർദ്ധിക്കണം. അങ്ങനെയല്ലേ? വില കുറയുമ്പോൾ കൂടുതൽ വാങ്ങണമല്ലോ. അപ്പൊ വില 10% കുറഞ്ഞാൽ എന്താണ്? വാങ്ങുന്ന വസ്തുവിന്റെ ചോദനം 10% കൂടുതൽ ഉണ്ടാവണം. അത് 20, 30, 40 ഒക്കെ ആവും. ഈ രണ്ടാമത്തെ പറഞ്ഞ എന്താണ്? If there is proportionate changes in between price and quantity demanded of a commodity. അപ്പോൾ ഒരു വസ്തുവിന്റെ വിലയിലും ചോദനത്തിലും തുല്യ അനുപാതത്തിലുള്ള മാറ്റമാണ് എങ്കിൽ, ഉദാഹരണത്തിന് വില 10% കുറഞ്ഞു വന്നിരിക്കട്ടെ, ചോദനം 10% മാത്രമേ വർദ്ധിക്കാവൂ. നേരെ തിരിച്ചു. ഓക്കെ, അത് നമ്മൾ എന്ത് വിളിച്ചു? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലേ? റൈറ്റ്. അതിന്റെ വാല്യൂ എത്രയാണ്? ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ എന്തായിരുന്നു പഠിച്ചത്? ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുക? ഒരു വസ്തുവിന്റെ ചോദനത്തിലുണ്ടാകുന്ന ശതമാന മാറ്റം വിലയിലുണ്ടാകുന്ന ശതമാന മാറ്റത്തേക്കാൾ കുറവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കണം? ഇലാസ്തികമല്ലാത്ത ചോദനം അഥവാ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കണം. എന്താണ്? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. എന്താ അർത്ഥം? If the proportionate, if the changes in demand for a commodity is less, or if the percentage changes in demand for a commodity is less than the percentage change in its price, it is called the inelastic demand. Here the value of elasticity is equal to is less than 1. എന്താ അർത്ഥം? ഒരു വസ്തുവിന്റെ വിലയിൽ 10% കുറവുണ്ടായി കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ ചോദനത്തിൽ 10% വർധന ഉണ്ടാവുകയില്ല. എന്താണ്? 10ൽ താഴെ, അത് 9, 8, 7, 6 അങ്ങനെ എത്രയും ആവാം.
ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുക? വില കുറയുന്നതിന് ആനുപാതികമായി സാധനത്തിന്റെ ചോദനത്തിൽ വർധന ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിച്ചു ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിച്ചു. ഇനി നാലാമത്തെ വിളിച്ചത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലേ? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. അതായത് ഞാൻ പറഞ്ഞു, if there is a slight decremental change in the level of prices leads to a large incremental change in its quantity demanded. In other words, the quantity demanded of that commodity will be equal to infinite, or infinite quantity of that commodity will be demanded. എന്താ അർത്ഥം? ഏതെങ്കിലും ഒരു വസ്തുവിന്റെ വിലയിൽ നേരിയ കുറവുണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് പ്രകടമാക്കാൻ പോലുമില്ല, അതൊരു വളരെ നേരിയ കുറവാണ്. അങ്ങനെയെങ്കിൽ ആ വസ്തു വളരെ കൂടുതൽ വാങ്ങും എന്നാണല്ലോ അർത്ഥം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇവിടെ എന്താണ് ഇലാസ്തികത? ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇതാണ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. എന്താ അർത്ഥം? ഒരു വസ്തുവിന്റെ വിലയിൽ ഒരല്പം കുറവുണ്ടായാൽ മതി, ആ വസ്തു വളരെയധികം വാങ്ങുമെന്ന്. അതിന് കണക്കൊന്നുമില്ല, അത്രയധികം വാങ്ങുമെന്ന്. അത് നമ്മൾ കൊടുത്ത ചിഹ്നം എന്താണ്? ഇൻഫിനിറ്റി എന്ന നൊട്ടേഷനാണ് കൊടുത്തത്. അഞ്ചാമത്തെ ലാസ്റ്റ് വൺ എന്തായിരുന്നു? ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു സീറോ. ഇതെന്താണ്? പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. എന്താണിത്? If a commodity is facing perfectly inelastic demand, whatever may be the level of changes in its price, the fixed quantity will be bought or will be demanded by the consumer. ഓക്കെ, ഏതെങ്കിലും ഒരു വസ്തുവിന്റെ വിലയിൽ എത്ര വർധന ഉണ്ടായി കഴിഞ്ഞാലും ആ വസ്തു ആദ്യം എത്ര വാങ്ങിയോ അതേ അളവ് തന്നെ വാങ്ങും. ലോ ഓഫ് ഡിമാൻഡ് എന്താ ശരിക്കും? വില വർദ്ധിക്കുമ്പോൾ വാങ്ങുന്ന വസ്തുവിന്റെ അളവ് കുറയണ്ടേ? പക്ഷെ ഇത് ബാധിക്കുന്നില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇതായിരുന്നു നമ്മള് ഈ 5 degrees of elasticity of demand. 5 ഇലാസ്തിക തീവ്രതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇലാസ്റ്റിക് ഡിമാൻഡ്, 2 യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, 3 ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, 4 പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, 5 പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, അപ്പൊ എന്താണ് ഇലാസ്തിക ചോദനം? എന്താണ് ഇലാസ്റ്റിക്? അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി. ഈസ് ഗ്രേറ്റർ ദാൻ 1, ഈസ് ഈക്വൽ ടു 1, ഈസ് ലെസ് ദാൻ 1, ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി, ഈസ് ഈക്വൽ ടു 0. ഈ 5 ബിന്ദുക്കളും ഈ 5 കാര്യങ്ങളും ഒരു ലിനിയർ ഡിമാൻഡ് കർവിൽ നമ്മളിപ്പോ രേഖപ്പെടുത്താൻ പോകുകയാണ്. അതാണ് ഇപ്പോൾ പഠിക്കേണ്ട കാര്യം. ഓക്കെ, ഈ 5 കാര്യങ്ങളും നമ്മളിപ്പോ ഇത് 5 കാര്യങ്ങളും 5 ഡയഗ്രത്തിലേ പഠിച്ചത്. നമ്മൾ 5 ഡയഗ്രം വരച്ചിട്ടുണ്ട്. 5 ഡയഗ്രം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഈ 5 ഡയഗ്രത്തിൽ വരച്ച ആ കാര്യങ്ങൾ ഒരു ഡയഗ്രത്തിൽ എങ്ങനെ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുമെന്ന് ഇവിടെ നോക്കാം. എന്താണ് നമ്മുടെ പോയിന്റ്? മെഷർമെന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റീസ് അല്ലേ? ഇലാസ്തികതയുടെ തോത് എങ്ങനെ അളക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മെഷർമെന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ്, മെഷർമെന്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, നമ്മളവിടെ എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? ഒരു ലിനിയർ ഡിമാൻഡ് കർവിൽ എന്താണ്? ഒരു ലിനിയർ ഡിമാൻഡ് കർവിന്റെ വിവിധ ബിന്ദുക്കളിൽ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ എവിടെയൊക്കെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. ഓക്കെ, മെഷർമെന്റ് ഓഫ് ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഓൺ എ ലിനിയർ ഡിമാൻഡ് കർവ്. ഒരു രേഖീയ ചോദന വക്രത്തിൽ ഏതൊക്കെ ബിന്ദുക്കളിലാണ് നമ്മൾ ഈ പഠിച്ച 5 കാര്യങ്ങളും രേഖപ്പെടുത്തേണ്ടത്? ഇതാണ് പോയിന്റ്. വ്യക്തമായിട്ടുണ്ടാവും അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു രേഖീയ ചോദന വക്രം റെഡിയാക്കാം. എല്ലാവരും നോക്കുക. ഓക്കെ, എക്സ് ആക്സിസിൽ എന്തായിരുന്നു എഴുതേണ്ടത്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അല്ലെങ്കിൽ ചോദനം. യെസ്, ഇവിടെ നമ്മള് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് എഴുതിയാലും മതി, അഥവാ ചോദനം എന്ന് എഴുതിയാലും മതി. ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ഞാനിവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് എഴുതി. ഇവിടെ എന്താണ്? വില. എന്താ എഴുതുന്നത്? പ്രൈസ്. നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ഒരു രേഖീയ ചോദന വക്രമാണ്. ആ രേഖീയ ചോദന വക്രത്തിൽ ഏതൊക്കെ ബിന്ദുക്കളിലാണ് ഈ പറഞ്ഞ 5 ഇലാസ്തിക ഡിഗ്രിയും നമ്മൾ മെഷർ ചെയ്യുക, നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നോക്കുക, ആദ്യം നമ്മളൊരു രേഖീയ ചോദന വക്രം പ്രിപ്പയർ ചെയ്യുകയാണ്. ഓക്കെ, ഇത് ഒരു ലിനിയർ ഡിമാൻഡ് കർവ് ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യണം. അപ്പോൾ ഒരു ഡിമാൻഡ് കർവ് എങ്ങനെ ഫോം ചെയ്തു, ഒരു ഡിമാൻഡ് കർവ് എങ്ങനെ ഡിറൈവ് ചെയ്തു എന്നൊക്കെ നമ്മൾ കണ്ടു. See, the typical demand curve always slopes downwards from left to right.
showing that as and when price falls, more and more quantity of that particular commodity will be demanded. Okay, that is why the demand curve has been drawn downwards from left to right, or the demand curve is negatively sloped. അപ്പോൾ ഒരു ഡിമാൻഡ് കർവ് എങ്ങനെ അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഞാൻ പറയുന്നത് ഒരു രേഖീയ ചോദന വക്രമാണ്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് കർവ് ഒക്കെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെന്താണ്? ഇത് ഒരു ലിനിയർ എന്ന് പറയുമ്പോൾ ലിനിയർ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഒരു രേഖീയ ചോദന വക്രം. അപ്പോൾ ഈ ചോദന വക്രത്തിൽ എവിടെയൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ് നോക്കുക. ഓക്കെ, നമ്മൾ ആദ്യം എക്സെപ്റ്റ് എടുക്കുക. ഈ ബിന്ദുവിൽ എന്താണ്? ഈ ബിന്ദുവിന്റെ പ്രത്യേകത, ഇവിടെ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 0. എന്താ അർത്ഥം? നമ്മൾ നേരത്തെ ആദ്യം വാട്ട് ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്? See, XOY, price, quantity, DQ. This is perfectly inelastic demand curve. എന്താ ഞാൻ പറഞ്ഞത്? ഒരു വസ്തുവിന്റെ വിലയിൽ എത്ര വർധന ഉണ്ടായി കഴിഞ്ഞാലും ഇത് OP ആണെന്ന് വിചാരിക്കുക, ഇത് OP1 ആണെന്ന് വിചാരിക്കുക. ഒരു വസ്തുവിന്റെ ഇനീഷ്യൽ പ്രൈസ് OP ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഉപഭോക്താവ് ഇത്രയും സാധനം വാങ്ങിച്ചു, അതിന്റെ വില വീണ്ടും OPയിൽ നിന്ന് OP1 ആയി വർദ്ധിച്ചു. അപ്പോഴും വാങ്ങുന്ന വസ്തുവിന്റെ അളവിൽ മാറ്റം വന്നിട്ടില്ല. എന്താണ് ഇവിടെ മനസ്സിലാക്കുക? If a commodity is facing perfectly inelastic demand, whatever may be the incremental change in the level of its prices, see, the fixed quantity, the same quantity of the commodity will be demanded by the consumer as before. ആദ്യം എത്ര വാങ്ങിയോ അത്ര തന്നെ വീണ്ടും വാങ്ങും. ഒരു എന്താണ് വാങ്ങുന്ന വസ്തുവിന്റെ അളവിൽ മാറ്റം ഉണ്ടാവുകയില്ല. അപ്പൊ ഈ ബിന്ദുവാണ് നമ്മളിവിടെ എന്താണ് ഇവിടെ ഇതെന്താ നമുക്ക് എഴുതേണ്ടത്? ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 0 അല്ലേ? ഇവിടെ ഇലാസ്തികത ഉണ്ടോ? ഇലാസ്തികത എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റമില്ലല്ലോ. വില വർദ്ധിക്കുമ്പോൾ സാധനം വാങ്ങുന്ന അളവ് കുറഞ്ഞിട്ടില്ലല്ലോ. കുറയാത്തതുകൊണ്ടല്ലേ നമ്മളിവിടെ 0 എന്ന് എഴുതിയത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അങ്ങനെയെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് അപ്പൊ ഈ ബിന്ദുവിനെ നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ഒരു രേഖീയ ചോദന വക്രം x അക്ഷത്തിൽ സ്പർശിക്കുന്ന ബിന്ദുവിനെ നമ്മൾ എന്ത് വിളിക്കും? എന്താണ് വിളിക്കുക? ഇവിടെ 0 ഇലാസ്റ്റിസിറ്റി ആണ്. ഇവിടെ എന്താണ്? സാധനത്തിന്റെ ചോദനത്തിൽ യാതൊരു മാറ്റവും ഇല്ല, വില എത്ര വർദ്ധിച്ചാലും. ഇനി നേരെ ഓപ്പോസിറ്റ് ഇവിടെ എടുക്കൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക എന്താണ്? ഈ ഇലാസ്റ്റിസിറ്റി അല്ലേ? ഈ ഈസ് ഈക്വൽ ടു എന്താണ് എഴുതേണ്ടത്? ഇൻഫിനിറ്റി. എന്താ എഴുതുക? E is equal to infinity. ഇൻഫിനിറ്റി അല്ലേ? അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു വസ്തുവിന്റെ വിലയിൽ അല്പം കുറവുണ്ടായി കഴിഞ്ഞാൽ, വളരെ നേരിയ കുറവുണ്ടായി കഴിഞ്ഞാൽ ആ വസ്തു വളരെ കൂടുതൽ ആ ഉപഭോക്താവ് വാങ്ങുമെന്നല്ലേ അർത്ഥം. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ കണ്ടു? ആ ഡയഗ്രം നമ്മൾ എങ്ങനെയായിരുന്നു വരച്ചിരുന്നത്? ഇങ്ങനെ വരച്ചിട്ട് നേരെ ഇവിടെ നമ്മൾ ഡയഗ്രം കൊടുത്തില്ലേ? ഇവിടെ എന്താണ്? ഡിമാൻഡ് കർവ് ഹാസ് ബീൻ ഡ്രോൺ ക്വൈറ്റ് വെർട്ടിക്കലി അലോങ് ദ OY ആക്സിസ്. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി എങ്ങനെ വരച്ചിരുന്നു? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എങ്ങനെ വരച്ചത്? ഡിമാൻഡ് കർവ് ഹാസ് ബീൻ ഡ്രോൺ ക്വൈറ്റ് ഹൊറിസോണ്ടലി അലോങ് ദ OX ആക്സിസ്. എന്താ അർത്ഥം? If a commodity is facing perfectly elastic demand, a slight decremental change in its price will lead to a large incremental change in its quantity demanded. In other words, the consumer purchases infinite quantity of the commodity. Yes, അപ്പോൾ വളരെ അധികം വാങ്ങും, അതിന് കണക്കൊന്നുമില്ല. അതിനെ നമ്മൾ വിളിച്ചു ഇല്ല. അതുകൊണ്ട് നമ്മൾ E is equal to infinity എന്ന് എഴുതിയില്ലേ? ഓക്കെ, ഇനി അപ്പോൾ ഇതാണ് E is equal to infinity. ഇനി ഇതിന്റെ ഈ ലീനിയർ ഡിമാൻഡ് കർവിന്റെ മധ്യഭാഗം ഇതാണല്ലോ മധ്യഭാഗം. ഇവിടെ നമ്മൾ എന്താ എഴുതുക? E is equal to 1. എന്താ എഴുതേണ്ടത്? E is equal to 1. എന്താണ് ഉദ്ദേശിക്കുക? See, എന്താണ്? If the percentage change in demand is equal to the percentage change in price. എന്താണ് ഉദ്ദേശിച്ചത്? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് പഠിച്ചത് എന്താണ്? വിലയിലുണ്ടാകുന്ന ചോദനത്തിലുണ്ടാകുന്ന ശതമാന മാറ്റവും വിലയിലുണ്ടാകുന്ന ശതമാന മാറ്റവും തുല്യമാവുക അല്ലേ? ഒരു വസ്തുവിന്റെ വില 10% കുറഞ്ഞാൽ ആ വസ്തു 10% അധികം വാങ്ങും. വില കുറയുമ്പോൾ കൂടുതൽ വാങ്ങണ്ടേ? ഓക്കെ, അത് നമ്മൾ എന്ത് പറഞ്ഞു? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് പഠിച്ചു. അവിടെ എന്താണ്? ഇലാസ്തികത 1 ആണ്. ഒരു വസ്തുവിന്റെ വില 10% കുറഞ്ഞപ്പോൾ ആ വസ്തു 10% കൂടുതൽ വാങ്ങിച്ചു. നേരെ തിരിച്ചു. യെസ്, ഇനി ഇൻ ബിറ്റ്വീൻ ദീസ് ടു, സീ,
in between. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചിപ്പോ? See, point E0 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? See, the linear demand curve point E0 represents zero elasticity. Zero elasticity. That is, it is a point in which or where, see, the linear demand curve touches the x-axis. Okay, no elasticity can be seen. Here the consumer purchases, see, the fixed quantity of the commodity without considering the changes in the level of that the prices of that commodity. ആ വസ്തുവിന്റെ വിലയിൽ ഉണ്ടാവുന്ന മാറ്റം വർധനവ് പരിഗണിക്കാതെ ആദ്യം എത്ര വാങ്ങിയോ അത്രയും തന്നെ ഉപഭോക്താവ് വാങ്ങുന്ന സാഹചര്യം ഇവിടെ ഇലാസ്തികത ഇല്ല എന്ന് പറഞ്ഞാൽ ചോദന കുറക്കുന്നോ കൂട്ടുന്നോ ഇല്ല. അതിനെന്താ നമ്മൾ പറയുക? ഇലാസ്തികത ഇല്ല എന്ന്. അപ്പോൾ അതിന് ഈ പോയിന്റ് നമ്മൾ എഴുതി. അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് പറയും? നമ്മളിവിടെ ഈ സീക്വൽ ഇൻഫിനിറ്റി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും? എന്താണ്? ദ ലിനിയർ ഡിമാൻഡ് കർവ്, രേഖീയ ചോദന വക്രം, if the see it is a particular point where the linear demand curve touches the y axis. Okay, that is called the perfectly elastic demand. Okay, in other words, the elasticity is equal to infinity. And in between these two extremes, see, at the midpoint of the linear demand curve, അപ്പോൾ ഈ രേഖീയ ചോദന വക്രത്തിന്റെ മധ്യബിന്ദു ഇതല്ലേ? ഇവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? 1. ഓക്കെ അല്ലേ? ഇറ്റ് ഈസ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. എന്താ അർത്ഥം? if there is equal changes, if there is percentage change in price and percentage change in quantity is equalizes, എന്താണ്? such a particular point has been often referred to as എന്താണ്? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ ഒരു വസ്തുവിന്റെ വിലയിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റവും ആ വസ്തുവിന്റെ ചോദനത്തിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റവും ഒരേ അളവിലാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കണം? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കണം. അതിന്റെ വാല്യൂ എത്രയാണ്? 1. ഈ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. ഇനി നമ്മൾ ഈ ബിന്ദു എടുക്കുക. എന്താണിത്? ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1. എന്താണിത്? ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1. എന്താ ഉദ്ദേശിക്കുന്നത്? See, elasticity of demand between the midpoint and the point where the linear demand curve touches the x-axis. See, here the elasticity is less than 1. Here the percentage change in demand is less than the percentage change in price. അപ്പോൾ ഒരു വസ്തുവിന്റെ വിലയിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റത്തേക്കാൾ കുറഞ്ഞ ശതമാന മാറ്റം മാത്രമേ ചോദനത്തിലുള്ളൂ. അതുകൊണ്ട് നമ്മൾ E is less than 1 എന്ന് എഴുതി. അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് എഴുതും? The elasticity of demand between, see, the point in which or point where the linear demand curve touches the y-axis and the midpoint of the linear demand curve, say, see this particular point here, we can write it as elasticity is greater than 1. What it means? In this point, see, the consumer purchases more. It means that there is more than proportionate change, okay, in quantity demanded than the changes in price. അപ്പോൾ ഒരു വസ്തുവിന്റെ ശതമാനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വസ്തുവിന്റെ ചോദനത്തിൽ ഉണ്ടായിട്ടുള്ള ശതമാന മാറ്റം വിലയിൽ ഉണ്ടായിട്ടുള്ള ശതമാന മാറ്റത്തേക്കാൾ കൂടുതലാണ്. ഒരു വസ്തുവിന്റെ വില 10% കുറഞ്ഞപ്പോൾ ആ വസ്തു 10% മാത്രമല്ല അധികം വാങ്ങിച്ചത്. 10 അല്ല 15, 20, 25, 30 ആവാം. ഓക്കെ, അപ്പോൾ ഇതാണ് 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ ഒരു ലിനിയർ ഡിമാൻഡ് കർവ് ഒരു രേഖീയ ചോദന വക്രത്തിൽ രേഖപ്പെടുത്തിയാൽ ഉണ്ടാവുക. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന ഈ കോൺസെപ്റ്റ് 2 രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നു. ആദ്യം മനസ്സിലാക്കി വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ്. നമ്മൾ പറഞ്ഞു ആൽഫ്രഡ് മാർഷലാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ്, ഇങ്ങനെ ഒരു ആശയം സാമ്പത്തിക ശാസ്ത്രത്തിൽ കൊണ്ടുവന്നത്. അത് 5 രീതിയിലാണ്. 1 ഇലാസ്റ്റിക് ചോദനം, 2 എന്താണ് ഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. റെഡി? പിന്നെ ഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആൻഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഒരിക്കൽ കൂടി ഈ പോയിന്റ് പറയൂ.
പോയിന്റ് ഡി ഇൻഡിക്കേറ്റ്സ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. സമ്പൂർണ്ണ ഇലാസ്തിക ചോദനം. എന്താ അർത്ഥം? ഒരു വസ്തുവിന്റെ വിലയിൽ നേരിയ കുറവുണ്ടായി കഴിഞ്ഞാൽ ആ വസ്തു ധാരാളം വാങ്ങുമെന്ന്. അത് ധാരാളം എന്നത് നമ്മൾ എന്താണ് സൂചിപ്പിച്ചിരുന്ന ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇ എന്ന സ്മോൾ ലെറ്റർ സൂചിപ്പിക്കുന്ന ഇലാസ്റ്റിസിറ്റി ആണ് അല്ലെ, ഇലാസ്തികതയെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാസ്തികത വളരെ കൂടുതലാണെന്ന്, വിലയിൽ അല്പം കുറവേ ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ ധാരാളം സാധനം വാങ്ങിച്ചു. ഓക്കെ, ഇനി ഈ ഗ്രേറ്റർ ദാൻ വൺ എന്ന ഈ ബിന്ദു എന്താണ് നിങ്ങൾ അർത്ഥമാക്കുക? ഇലാസ്തിക ചോദനം എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദനത്തിൽ ഉണ്ടായ ശതമാന മാറ്റം വിലയിലുണ്ടായ ശതമാന മാറ്റത്തേക്കാൾ കൂടുതലാണ്. ഓക്കെ, വില 10% കുറഞ്ഞെങ്കിൽ ചോദനം 10-ലധികം 15, 20, 30% വർദ്ധിച്ചു. അത് നമ്മൾ എന്ത് വിളിച്ചു? ഇലാസ്തിക ചോദനം. അതുകൊണ്ട് ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1 നമ്മൾ ഇവിടെ എഴുതി. ഇനി മൂന്നാമത്തെ ബിന്ദു at the midpoint of the linear demand curve. എന്താ പ്രത്യേകത? ഇവിടെ എന്താണ്? ചോദനത്തിലുണ്ടായ ശതമാന മാറ്റവും വിലയിലുണ്ടായ ശതമാന മാറ്റവും തുല്യമാണ്. വില 10% കുറഞ്ഞപ്പോൾ ചോദനം 10% മാത്രം വർദ്ധിച്ചു. ഓക്കെ, റൈറ്റ്. ഇനി ഇതോ? അതുകൊണ്ട് നമ്മൾ ഈസ് ഈക്വൽ ടു 1 എഴുതി അല്ലേ? ഇലാസ്തികത 1 ആണെന്ന് വെച്ചാൽ തുല്യമാണെന്ന് അർത്ഥം. ഇതെന്താണ്? ഈസ് ലെസ് ദാൻ 1. ഇവിടെ എന്താണ്? ചോദനത്തിലുണ്ടായിട്ടുള്ള ശതമാന മാറ്റം വിലയിലുണ്ടായിട്ടുള്ള ശതമാന മാറ്റത്തേക്കാൾ കുറവാണ് അല്ലേ? ഒരു വസ്തുവിന്റെ വിലയിൽ 10% കുറവുണ്ടായി എന്ന് നിങ്ങൾ വിചാരിക്കുക. പക്ഷെ ആ വസ്തുവിന്റെ വാങ്ങിയ ക്വാണ്ടിറ്റിയിൽ എന്താണ്? 10% വർധന ഉണ്ടായിട്ടില്ല. ഓക്കെ അല്ലേ? അതുകൊണ്ട് നമ്മളിവിടെ ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1 എഴുതി. ഇനി ഈ ബിന്ദു എന്താ? ഈസ് ഈക്വൽ ടു 0. എന്താ അർത്ഥം? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഒരു വസ്തുവിന്റെ വില എത്ര വർദ്ധിച്ചാലും, ഒരു വസ്തുവിന്റെ വിലയിൽ എത്രമാത്രം വർധന ഉണ്ടായി കഴിഞ്ഞാലും ആ വസ്തു ആദ്യം വാങ്ങി അതേ അളവിൽ തന്നെ ഉപഭോക്താക്കൾ വാങ്ങുന്നു. ഓക്കെ, നമ്മൾ അതിന് എന്ത് പറഞ്ഞു? വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പഠിച്ചു വെച്ചാൽ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ലക്കാണെന്ന് വിചാരിക്കണം. ഓക്കെ, അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഇവിടെ ഞാൻ അവസാനത്തെ പോയിന്റ് പറഞ്ഞ E is equal to 0. We mean the commodity is facing perfectly inelastic demand. It means that if a commodity is facing perfectly inelastic demand, whatever may be the level of prices, if the price of that commodity rises day by day, okay, or increasing alarmingly day by day, see, without considering such incremental changes in the level of prices, see, the consumer purchases the very same quantity of the commodity which is demanded as before. അപ്പോൾ ഒരു ഉപഭോക്താവ് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ അളവ് എത്ര വില വർദ്ധിച്ചാലും ഒരേപോലെ വാങ്ങുന്ന കേസിനാണ് നമ്മൾ എന്ത് പറയുക? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇക്കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾ എല്ലാ കുട്ടികളും അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും ആ 5 പോയിന്റ്, ആ 5 ഡയഗ്രാം നമ്മൾ ഒറ്റ ഡയഗ്രത്തിലേക്കായി ഇവിടെ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എന്താണ്? മെഷർമെന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഒരു രേഖീയ ചോദന വക്രം ഉണ്ടാക്കി. ആ രേഖീയ ചോദന വക്രത്തിൽ എന്താണ്? ആ നേരത്തെ പഠിച്ച 5 ഇലാസ്തിക സാഹചര്യങ്ങളും രേഖപ്പെടുത്തി. ഓക്കെ അല്ലേ? അപ്പോൾ അത് എല്ലാവരും ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ടെക്നിക്കൽ ആയിട്ട്, ഇൻട്രസ്റ്റോട് കൂടി പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാ കുട്ടികളും വീഡിയോ കാണണം, അതിന്റെ ഡയഗ്രാംസ് മനസ്സിലേക്ക് വെക്കണം, ആ കാര്യങ്ങളൊക്കെ ശരിക്കും ഹൃദയസ്ഥമാക്കണം. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യുക? ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. ബൈ.